നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാരപ്പൻ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റുകളായിരുന്നു. അതിൽ ആദ്യത്തെ 2 ഡിബേറ്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊന്നെന്ന് പറയുന്നത് അവിടുത്തെ സമൂഹത്തെക്കുറിച്ചും രണ്ടാമത് അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റുകളാണ് പഠിച്ചതെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിബേറ്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഹാരപ്പൻ പോളിറ്റി, ഹാരപ്പയുടെ ഭരണകൂടം എങ്ങനെയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിബേറ്റാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിനുശേഷം ഹാരപ്പൻ റൈറ്റിംഗ് സിസ്റ്റം, അവരുടെ ലിപി എങ്ങനെയായിരുന്നു, അവരുടെ ഭാഷ ഏത് തരത്തിലുള്ളായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രകാരന്മാർക്കിടയിലുള്ള സംവാദങ്ങൾ. ഈ 2 ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഹാരപ്പൻ ഭരണകൂടത്തിൻ്റെ സ്വഭാവം, അതായത് ഹാരപ്പ ഭരിച്ചിരുന്നത് ഏത് തരത്തിലുള്ള ഭരണകൂടമായിരുന്നുവെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സംവാദങ്ങളാണ് നിലനിൽക്കുന്നത്, മനസ്സിലായോ? അതായത് ഹാരപ്പൻ ഭരണം അല്ലെങ്കിൽ ഹാരപ്പയിൽ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് സംവാദങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും 2 സംവാദങ്ങളാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു എന്ന്, അതായത് ഹാരപ്പയിലെ എല്ലാ പ്രദേശങ്ങളെയും ഒരൊറ്റ രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പുരോഹിത രാജാവിൻ്റെയോ കീഴിൽ ഒരു സാമ്രാജ്യമായിട്ട് നിലനിന്നിരുന്നു എന്നതാണ് ആദ്യത്തെ സംവാദം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥ എവിടെ ഉണ്ടായിരുന്നില്ല, ഹാരപ്പയിൽ നിലനിന്നിരുന്നില്ല എന്നാണ് രണ്ടാമത്തെ സംവാദം എന്ന് പറയുന്നത്. ഹാരപ്പയിൽ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ, ഏത് തരത്തിലുള്ള ഭരണകൂടമായിരുന്നു എന്ന വിഷയത്തിലാണ് സംവാദം ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഹാരപ്പൻ സമൂഹത്തെ ഒരു ഭരണകൂടം ഭരിച്ചിട്ടുണ്ടായിരുന്നോ, ഇനി അങ്ങനെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഭരണകൂടമാണ് ഭരിച്ചത് എന്ന വിഷയത്തിലാണ് പ്രധാനമായിട്ടും ചരിത്രകാരന്മാർക്കിടയിൽ എന്തുണ്ടായിരുന്നത്, സംവാദങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ സംവാദം മുന്നോട്ട് വെച്ചത് സ്റ്റുവർട്ട് പിഗട്ടാണ്. ആരാണ്? സ്റ്റുവർട്ട് പിഗട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സംവാദം മുന്നോട്ട് വെച്ചത്. സ്വേച്ഛാധിപത്യ രാജാക്കന്മാർ ഭരിക്കുന്ന കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയാണ് ഹാരപ്പയിൽ നിലനിന്നതെന്നാണ് സ്റ്റുവർട്ട് പിഗട്ട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ സ്വേച്ഛാധിപത്യ രാജാക്കന്മാരായിരുന്നു ഹാരപ്പ ഭരിച്ചിരുന്നത് എന്നാണ് സ്റ്റുവർട്ട് പിഗട്ട് മുന്നോട്ട് വെക്കുന്ന വാദഗതി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹാരപ്പയും മോഹൻജോദാരോയും ഒരു രാഷ്ട്രത്തിൻ്റെ ഇരട്ട ആസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ ഹാരപ്പയുടെ 2 ആസ്ഥാനങ്ങളാണ് ഹാരപ്പയും മോഹൻജോദാരോയും എന്നാണ് ആര് മുന്നോട്ട് വെക്കുന്ന വാദഗതി? സ്റ്റുവർട്ട് പിഗട്ട് മുന്നോട്ട് വെക്കുന്ന വാദഗതി. മോർട്ടിമർ വീലറും പുരോഹിത രാജാവിൻ്റെ ഭരണം എന്ന ആശയത്തെ പിന്താങ്ങുന്നു. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് സ്റ്റുവർട്ട് പിഗട്ടും അതിനെ പിന്താങ്ങിക്കൊണ്ട് പിന്നീട് വന്ന വ്യക്തിയാണ് മോർട്ടിമർ വീലർ എന്ന് പറയുന്നത്. ബി ലാൽ അനുമാനിക്കുന്നത് അത് പുരോഹിതാധിപത്യമുള്ള സമൂഹമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ആശയത്തെ തന്നെ വീണ്ടും പല ചരിത്രകാരന്മാരും ഈ ആശയത്തെ മുന്നോട്ട് പിന്താങ്ങുന്നുണ്ട്. അതിൽ വരുന്ന 3 പേര് നമ്മളിപ്പോൾ പഠിച്ചു, സ്റ്റുവർട്ട് പിഗട്ട്, അതുപോലെ മോർട്ടിമർ വീലർ, ബി ലാൽ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ പേരുകൾ പഠിച്ചു വെക്കണം. മോഹൻജോദാരോയിലെ മേൽ നഗരത്തിലെ വലിയൊരു കെട്ടിടം ഏറ്റവും ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ്റെ ഭവനമായിരിക്കണം എന്നാണ് E.J. മെക്കെ പറയുന്നത്. അതുപോലെ മോഹൻജോദാരോയിലെ മേൽ നഗരത്തിൽ ഒരു വലിയ കെട്ടിടം കാണുന്നുണ്ട്. അത് അവിടുത്തെ രാജാവിൻ്റെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയോ ആസ്ഥാനം അല്ലെങ്കിൽ വീടായിരിക്കണം എന്നാണ് ആര് പറയുന്നത്? E.J. മെക്കെ പറയുന്നത്. W.A. ഫെയർ സർവീസിൻ്റെ അഭിപ്രായത്തിൽ ഹാരപ്പൻ ജനതയ്ക്ക് ഒരു ഭരണകൂടം പോലും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിഗട്ട് മുന്നോട്ട് വെച്ച വാദഗതിയെ എതിർക്കുന്നു. അപ്പോൾ പിഗട്ട് എന്താണ് പറഞ്ഞത്? അവിടെ സ്വേച്ഛാധിപത്യ രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത് എന്നാണ് സ്റ്റുവർട്ട് പിഗട്ട് മുന്നോട്ട് വെച്ച വാദഗതി എങ്കിൽ W.A. ഫെയർ സർവീസ് ഇതിനെ നേരെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അവിടെ ഒരു ഭരണകൂടം പോലും ഉണ്ടായിരുന്നില്ല എന്ന വാദഗതിയാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? W.A. ഫെയർ സർവീസ് മുന്നോട്ട് വെക്കുന്നത്. S.C. മാലിക്കിൻ്റെ അഭിപ്രായത്തിൽ വികസിത ഹാരപ്പൻ കാലഘട്ടം പൂർണ്ണ വളർച്ച പ്രാപിച്ച ഭരണ സംവിധാനമല്ല, മറിച്ച് അത് മൂപ്പൻ വാഴ്ചയുടെ കാലഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാരപ്പൻ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് സ്വേച്ഛാധിപത്യ ഭരണവ്യവസ്ഥയായിരുന്നു അവിടെ നിലനിൽക്കുന്നത് എന്ന വാദഗതി മുന്നോട്ട് വെച്ച ആളുകളാണ് മോർട്ടിമർ വീലറും ബി ലാലും അതുപോലെ സ്റ്റുവർട്ട് പിഗട്ടൊക്കെ. എങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മൂപ്പൻ വാഴ്ച മാത്രമായിരുന്നു നിലനിന്നിരുന്നതെന്ന് S.C. മാലിക്കും അവരൊരു ഭരണകൂടം പോലും ഉണ്ടായിരുന്നില്ല എന്ന വാദഗതിയാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? W.A. ഫെയർ സർവീസിനെ പോലുള്ള ആളുകളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇനി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സംവാദങ്ങളാണ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതെന്ന്. അതിൽ ആദ്യമായിട്ട് എന്ന് പറയുന്നത് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു എന്ന വാദഗതിയാണ്. അത് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ചരിത്രകാരന്മാർ എന്ന് പറയുന്നത് ഷെറിൻ രത്നാകർ, ഇർഫാൻ ഹബീബ്, ഉപേന്ദർ സിംഗ് എന്നിവരാണ്. ആരൊക്കെയാണ്? ഷെറിൻ രത്നാകർ, ഇർഫാൻ ഹബീബ്, ഉപേന്ദർ സിംഗ് തുടങ്ങിയ ചരിത്രകാരന്മാരാണ് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമായിരുന്നു എന്ന വാദഗതി മുന്നോട്ട് വെച്ചത്. ദിവ്യാധിപത്യം എന്ന ആശയത്തെ ഷെറിൻ രത്നാകർ വിമർശിക്കുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൽ പൂർണ്ണമായ നാഗരികത പ്രകടമാണെന്നും ഇവർ പറയുന്നു. ഇവിടെ മൂപ്പൻ വാഴ്ചയല്ല, മറിച്ച് ആദ്യകാല രാഷ്ട്രത്തിന്റെ നില കൈവരിച്ചിരുന്നു എന്നാണ് ഷെറിൻ രത്നാകർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ദിവ്യാധിപത്യം, അതായത് ദൈവിക രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ പുരോഹിത രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന വാദഗതിയെ നിരാകരിക്കുകയാണ് ഷെറിൻ രത്നാകർ ചെയ്യുന്നത്. അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു നാഗരികത തന്നെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ മൂപ്പൻ വാഴ്ചയായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മൂപ്പൻ വാഴ്ചയായിരുന്നില്ല, മറിച്ച് ഒരു ആദ്യകാല രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു വളർച്ച എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പയിൽ ഉണ്ടായിരുന്നു എന്ന വാദഗതിയാണ് ഷെറിൻ രത്നാകർ മുന്നോട്ട് വെക്കുന്നത്. ഭരണകൂടം പോലുള്ള സുസ്ഥിരമായ രാഷ്ട്രത്തിന് മാത്രമേ ഇത്രയും വലിയൊരു പ്രദേശത്തെ നിലനിർത്താൻ കഴിയൂ എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യമായിരുന്നു അല്ലേ ഹാരപ്പ എന്ന് പറയുന്ന. ഏകദേശം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ മുഴുവനായിട്ടും ഹാരപ്പൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്രാജ്യം നിലനിൽക്കണമെങ്കിൽ, അതിനൊരു പ്രദേശത്ത് നിലനിർത്താൻ കഴിയണമെങ്കിൽ അതൊരു വലിയ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിന് മാത്രമേ അത് സാധിക്കൂ എന്നാണ് ആര് പറയുന്നത്? ഷെറിൻ രത്നാകർ അഭിപ്രായപ്പെടുന്നത്. വികസിത ഹാരപ്പൻ സ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച വസ്തുക്കളുടെ സാമ്യത ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തെ സൂചിപ്പിക്കുന്നു. ഭരണത്തിന്റെ അടിസ്ഥാനം മേൽനഗരങ്ങളായിരുന്നു. ഇർഫാൻ ഹബീബും ഹാരപ്പൻ സംസ്കാരത്തിൽ ശക്തമായൊരു ഭരണകൂടം ഉണ്ടെന്ന വാദഗതിയെ പിന്താങ്ങുന്നുണ്ട്. നഗരാസൂത്രണം, മേൽനഗരങ്ങൾ, റോഡുകൾ എന്നിവയുടെ കൃത്യത ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ടെന്ന ആരും പറയുന്നുണ്ട്? ഉപേന്ദർ സിംഗും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഷെറിൻ രത്നാകറും അതുപോലെ ഇർഫാൻ ഹബീബ്, ഉപേന്ദർ സിംഗ് തുടങ്ങിയവരാണ് ഈ ഒരു വാദഗതിയെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് അവിടുന്ന് ഓരോ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഏകത, അതായത് ഇപ്പം കാളിബംഗനിൽ നിന്നും അതുപോലെ ബനവാരിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറയണം. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ലഭിച്ചിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ഒരു ഏകതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഏകത ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഭരണകൂടം നിലനിൽക്കണം. അതുപോലെ മേൽനഗരങ്ങൾ, നഗരാസൂത്രണങ്ങൾ, ഇപ്പം എല്ലാ ഹാരപ്പയിലെ പ്രദേശങ്ങളിലും നഗരാസൂത്രണം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ അവരുടെ അഴുക്കുചാൽ സമ്പ്രദായമാണെങ്കിലും വീടുകളായിക്കോട്ടെ എല്ലാത്തിനും ഒരു ഏകതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭരണകൂടം വേണമെന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടായിരിക്കണം എന്ന ആശയമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? ഇർഫാൻ ഹബീബും മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയത്തെ തന്നെയാണ് ഉപേന്ദർ സിംഗും മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് യോജിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഉപേന്ദർ സിംഗും മുന്നോട്ട് വെക്കുന്ന വാദഗതി എന്ന് പറയുന്നത്. ഹാരപ്പൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് രണ്ടാമതായിട്ട് നിലനിൽക്കുന്ന സംവാദം എന്ന് പറയുന്നത് കേന്ദ്രീകൃത ഭരണകൂടത്തിൻ്റെ അഭാവമാണ്. നേരത്തെ പഠിച്ചത് ഹാരപ്പൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സംവാദമാണ്. ഹാരപ്പയിൽ ഒരു സാമ്രാജ്യം നിലനിന്നിരുന്നു എന്ന ആശയമാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരാശയമാണ് കേന്ദ്രീകൃത ഭരണകൂടത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. ഈ ഒരു വാദഗതിയെ മുന്നോട്ട് വെച്ചത് ജിം ഷാഫർ, ഗ്രിഗറി പ്രൊഷേൽ, അതുപോലെ JM കെനോയർ തുടങ്ങിയ ചരിത്രകാരന്മാരാണ്. ജിം ഷാഫർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏകതയെ ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു ഏകത, അതായത് ഒരു യൂണിറ്റി ഇവരുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആര് മുന്നോട്ട് വെക്കുന്ന വാദഗതി? ജിം ഷാഫർ മുന്നോട്ട് വെക്കുന്നത്. ഗ്രിഗറി പ്രൊഷേലിൻ്റെ അഭിപ്രായത്തിൽ സമിതികളായിരിക്കാം ഇവിടെ ഭരിച്ചത്. മറ്റ് ഹാരപ്പൻ സാമ്രാജ്യത്തെ മുൻതാങ്ങുന്ന അല്ലെങ്കിൽ പിന്താങ്ങുന്ന ആളുകൾ പറയുന്നത് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു ഭരണം എവിടെ ഉണ്ടായിരുന്നില്ല, ഹാരപ്പയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഗ്രിഗറി പ്രൊഷേൽ പറയുന്നത്. അവിടെ ചെറിയ ചെറിയ സമിതികളായിരിക്കാം ഭരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദഗതി. ഇനി JM കെനോയറിൻ്റെ അഭിപ്രായത്തിൽ നഗരവരേണ്യ വർഗമായിരിക്കാം, അതായത് നഗരത്തിൽ ഉണ്ടായിരുന്ന ഒരു എലൈറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗമായിരിക്കാം ആരെ ഭരിച്ചിട്ടുണ്ടാവുക? ഹാരപ്പൻ സമൂഹത്തെ ഭരിച്ചിട്ടുണ്ടാവുക എന്ന ആശയമാണ് JM കെനോയർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഗ്രിഗറി പ്രൊഷേൽ, അതുപോലെ JM കെനോയർ തുടങ്ങിയവരാണ് ഈ വാദഗതിയെ പിന്താങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഹാരപ്പൻ ഭരണകൂടം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് പ്രധാനമായിട്ട് 2 സംവാദങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിലൊന്നാമത്തത് ഒരു സാമ്രാജ്യമായിരുന്നു എന്നൊരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് അവിടെ ചെറിയ ചെറിയ ഭരണ സമിതികളും അതുപോലെ നഗര വരേണ്യ വർഗവുമായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് രണ്ടാമത്തെ സംവാദം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് സംവാദം നിലനിൽക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹാരപ്പൻ ലിപിയെ കുറിച്ചാണ്. എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു മികച്ച നേട്ടം എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ ആദിമ ലിപികളിൽ ഒന്നാണിത്. ഈ എഴുത്തുവിദ്യ ഇന്നും ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നു. നമുക്കറിയാം, ഹാരപ്പയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലിപിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഹാരപ്പൻ ലിപിയാണ്. പക്ഷേ ഈ ലിപി ഇന്നും വായിച്ചെടുക്കപ്പെട്ടിട്ടില്ല. അവരുപയോഗിച്ച ഭാഷ ഏതാണെന്നോ അവരുപയോഗിച്ചിട്ടുള്ള ലിപി ഏതാണെന്നോ ഇന്നും കൃത്യമായിട്ട് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ഏകതയില്ല. അതുകൊണ്ട് തന്നെ ഈ ലിപിയെ ഒരു നിഗൂഢ ലിപി എന്നാണ് വിളിക്കുന്നത്. മുദ്രയിലെ എഴുത്ത് ഒരു വരേണ്യ വർഗത്തിന്റെ ആയിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 400 മുതൽ 450 വരെ ചിഹ്നങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? ഹാരപ്പൻ ലിപിയിലുണ്ടായിരുന്നു. അപ്പോൾ ഹാരപ്പൻ ലിപിയിൽ ഏകദേശം 400-നും 450-നും ഇടയിൽ ചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലെ ഓരോ ചിഹ്നവും ഓരോ വാക്കിനെയോ ശബ്ദത്തെയോ സൂചിപ്പിക്കുന്നു. അസ്കോ പർപ്പോളയുടെ അഭിപ്രായത്തിൽ പകുതിയോളം ചിഹ്നങ്ങളും ബാക്കി സംയോജിതവുമായിരുന്നു. അപ്പോൾ അസ്കോ പർപ്പോള പറയുന്നത് പകുതി മാത്രമേ ചിഹ്നങ്ങളുള്ളൂ, ബാക്കിയുള്ളവ എന്ന് പറയുന്നത് അവ സംയോജിച്ച് പുതിയ ചിഹ്നങ്ങൾ ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. 3700ഓളം ആലേഖനം ചെയ്ത വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ലിഖിതം എന്ന് പറയുന്നത് 26 ചിഹ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ചരിത്രകാരന്മാർ പ്രധാനമായിട്ടും പറയുന്നത് ഹാരപ്പൻ ലിപി എന്ന് പറയുന്നത് ഒരു നിഗൂഢ ലിപിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ ഏകദേശം 400 മുതൽ 450ഓളം ചിഹ്നങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അസ്കോ പർപ്പോളയെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഇവ എന്ന് പറയുന്നത് എന്താണ്, പകുതി ചിഹ്നങ്ങളും ബാക്കിയുള്ളവ അവയുടെ സംയോജിതങ്ങളുമാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണയായി ഹാരപ്പൻ ലിപി വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. ഇത് ബുട്രോസ് ഫ്രെഡൽ എന്ന ശൈലിയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹാരപ്പൻ ലിപി എങ്ങനെയാണ് എഴുതുന്നത്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇത് എഴുതുന്നത്. ഇനി ഈ ഒരു ശൈലിയെ ബുട്രോസ് ഫ്രെഡൽ എന്നാണ് പറയുന്നത്. ധോളവീരയിലെ നാമഫലകം എഴുത്തിന്റെ നാഗരിക ഉപയോഗം സൂചിപ്പിക്കുന്നതായി പറയുന്നുണ്ട്. എന്നാൽ BCE 1700ഓടെ ഈ ലിപി പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത്. അസ്കോ പർപ്പോള, ഐരാവതം മഹാദേവൻ എന്നീ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദ്രാവിഡ ഭാഷാ കുടുംബത്തിലാണ് ഈ ലിപി പെടുന്നത്. SR റാവുവിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇൻഡോ ആര്യൻ ഭാഷയിൽ പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഹാരപ്പൻ ലിപി എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതുന്നത്? വലത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. ഈ ശൈലിയെ ബുട്രോസ് ഫ്രെഡൽ എന്നാണ് പറയുന്നത്. അതുപോലെ ധോളവീരയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു നാമഫലകം, ഇത് എഴുത്ത് നാഗരികമായിട്ട് നഗരത്തിലും ഈ ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ BCE 1700ഓട് കൂടിയിട്ട് ഈ ഒരു എഴുത്തുവിദ്യ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ലിപി വായിച്ചെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച 2 ചരിത്രകാരന്മാരാണ് അസ്കോ പർപ്പോളയും അതുപോലെ ഐരാവതം മഹാദേവൻ എന്ന് പറയുന്നത്. ഇനി ഹാരപ്പൻ ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 ഡിബേറ്റുകളാണ് നിലനിൽക്കുന്നത്. അസ്കോ പർപ്പോളയും അതുപോലെ ഐരാവതം മഹാദേവനും മുന്നോട്ട് വെക്കുന്ന വാദഗതി എന്ന് പറയുന്നത് ഹാരപ്പൻ ഭാഷ എന്ന് പറയുന്നത് ദ്രാവിഡ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഭാഷയാണെന്നാണ്. പക്ഷേ SR റാവുവിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇൻഡോ ആര്യൻ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ഇന്നത്തെ യൂറോപ്യൻ ഭാഷയിൽ വരുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്നാണ് ആര് പറയുന്നത്? SR റാവുവിനെ പോലുള്ള ആളുകൾ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പ്രധാനമായിട്ടും 2 ഡിബേറ്റുകളാണ് ഹാരപ്പൻ ഭാഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. അതിൽ ആദ്യത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഇൻഡോ ആര്യൻ ഭാഷ അല്ലെങ്കിൽ യൂറോപ്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഭാഷയാണ് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത് എന്ന വാദഗതി. അത് മുന്നോട്ട് വെച്ചത് ആരാണ്? SR റാവു ആണ്. രണ്ടാമതായിട്ട് ദ്രാവിഡ ഭാഷയാണ് ഹാരപ്പൻ ഭാഷ എന്ന് പറഞ്ഞത് ഹെൻറി ഫെറസ്, WA ഫെയർ സർവീസ്, അസ്കോ പർപ്പോള, ഐരാവതം മഹാദേവൻ
തുടങ്ങിയവർ ഹാരപ്പൻ ഭാഷ ദ്രാവിഡ ഭാഷയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ബലൂചിസ്ഥാനിലെ ദ്രാവിഡ ഭാഷയായ ബ്രൂഹിയയായി ഇതിന് സാമ്യമുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. 1960കളിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഹാരപ്പൻ ലിപി പഠിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും എന്താണ്, ആ ലിപി പൂർണ്ണമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു പരിമിതിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഹാരപ്പൻ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംവാദങ്ങളെ കുറിച്ചാണ്. അതിൽ നമ്മൾ അവരുടെ മതവിശ്വാസങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങൾ പഠിച്ചു, അവരുടെ ലിപിയുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ പഠിച്ചു, ഹാരപ്പയിലെ ഭരണകൂടം എങ്ങനെയായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഹാരപ്പൻ ജനതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവാദങ്ങളായിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.